അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളായ ആളുകൾ ഒരു മെസ്സേജ് വിട്ടുവന്നിട്ട് ഇങ്ങനെ ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് വിട്ടിരുന്നു. അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ, ഈ നമ്മളെപ്പോഴും പറയാറുള്ള സമസ്ത സരണി എന്ന ഒരു ഫേസ്ബുക്ക് പേജുണ്ട്. വാഫികളാണ് അത് നടത്തുന്നത്. വാഫികൾ നടത്തുന്ന പേജാണ്. അപ്പോൾ ആ പേജിൽ നിരന്തരമായി പല നിലക്കുള്ള കളവുകളും അർദ്ധസത്യങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഫേസ്ബുക്ക് പേജാണത്. അപ്പോൾ അവർക്ക് അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. സമസ്ത സരണി എന്ന പേരിൽ കുറെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. മറ്റേ വാഫികളാണ് അതിന്റെ കൈകാര്യങ്ങളിലൊക്കെ ഉള്ളത്. അപ്പൊ അവര് ഈയിടെയായിട്ട് ഇപ്പോ വലിയൊരു സമ്മേളനമൊക്കെ നടത്തി. ആ സമ്മേളനത്തിൽ കുറെ അബദ്ധങ്ങളും നമ്മളതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ അതിനൊന്നും മറുപടിയും പറയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. മാത്രമല്ല, അവര് പഠിച്ചുണ്ടാക്കുന്ന ഓരോ കളവുകളും സമസ്തയുടെയും സുന്നത്യമായത്തിന്റെയും SKSF-ന്റെയും ഒക്കെ നമ്മുടെ പ്രവർത്തകരും ഒക്കെ അതൊക്കെ പൊളിച്ചടക്കി അവർക്ക് കളവ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ ഒരു നിലക്കും സാധിക്കുന്നില്ല. അവര് ഇറക്കി വിടുന്ന എല്ലാ കളവുകളും നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർക്ക് നേരെയും അതുപോലെ നമ്മുടെ സംവിധാനങ്ങൾക്ക് നേരെയും ഒക്കെ അവര് പടച്ചുണ്ടാക്കുന്ന കളവുകളൊക്കെ പൊളിയാണ്. പല നിരക്കുള്ള ഫിത്തനകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടൊന്നും വിജയിക്കുന്നില്ല. അപ്പോ ഇപ്പൊ ഏറ്റവും അവസാനം ഈ ഇടയായിട്ട് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പല പ്രചരണങ്ങളും, ഇപ്പോ ബഹുമാനപ്പെട്ട മുസ്തഫ ഫൈസിയെ സമസ്തയുടെ മുഷാവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അത് ലീഗിനെ വിമർശിച്ചത് കൊണ്ടാണ്, ലീഗിനെ അനുകൂലിച്ച് പറഞ്ഞതുകൊണ്ടാണ് സമസ്തയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ അവർ ശ്രമിച്ചു. അതിന്റെ വസ്തുത അതൊന്നും അല്ല എന്നറിഞ്ഞുകൊണ്ടാണ് ആ പ്രചരണങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് എന്റെ ചില സുഹൃത്തുക്കൾ അയച്ചു തന്ന വോയിസ്, ഞാൻ ആ വോയിസ് ഇങ്ങനെ കേൾപ്പിച്ചുതരാം. അതിന്റെ മുമ്പ് അവരതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഇതാണ്. ഇതിപ്പോ അവരുടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെ വാട്സപ്പ് പേജുകളിലൂടെ അവരിറക്കിയ ടെക്സ്റ്റാണിത്. പ്രസിഡന്റ് നടത്തിയ ആൾമാറാട്ടം എന്തല്ല. ദുബൈ SKSF നേതാവ് സൽമാൻ കരുളായി സംസാരിക്കുന്നു. എന്തിനാണ് ചങ്ങായിമാരെ വെറുതെ ഇന്ന വലുതാക്കാൻ നടക്കുന്നത്? ഞാൻ ഇവിടെ SKSF-ന്റെ ഒരു നേതാവും അല്ല. ആവശ്യമില്ലാത്തവരൊക്കെ പിടിച്ചുകൊണ്ട് വലുതാക്കി വെക്കും. എന്തിനാ അതിന്റെ ആവശ്യം? എന്തിനാ പെണ്ണുങ്ങൾ SKSF-ന്റെ നേതാവ് എന്നൊക്കെ പറയണം? ഞാൻ സമസ്തയുടെ ഒരു എളിയ ഖാദിമ മാത്രമാണ്, ഒരു നേതാവും അല്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയ്ക്ക് എതിരിൽ ഞാൻ സംസാരിച്ചു എന്നാണ്. എന്നിട്ട് അവര് അതിലൊരു വോയിസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 7 മിനിറ്റും 17 സെക്കൻഡുള്ളൊരു വോയിസ്. ഞാൻ സയ്യിദുൽ ഉലമയ്ക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ആ വോയിസ്. ആ വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്കിയിട്ടാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമസ്തയുടെ പ്രവർത്തകരെ, ഇന്നലെയും ഇന്നുമായി സമസ്തയുടെ പൊതുപരീക്ഷ നടക്കുകയാണ്. മറ്റുള്ള പരീക്ഷകളൊക്കെ നടക്കാൻ പോകുന്നു. ഇതിനിടയിലാണ് ഈ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ജിഫ്രി തങ്ങളുടെ സന്ദേശം എന്ന രീതിയിൽ അദ്ദേഹം അതായത് ഒരു വോയിസ് വിട്ടിട്ട് അത് എന്തൊക്കെയോ ചെയ്തിട്ട് പിന്നെ എന്റെ വോയിസ് ആണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുക. ഞാൻ സയ്യിദുൽ ഉലമയ്ക്കെതിരെ സംസാരിച്ചു. അതെന്താ സംഭവം എന്ന് ചോദിച്ചാല്, ഇവര് ഇപ്പോ സയ്യിദുൽ ഉലമയ്ക്കെതിരെ ഒരു ചെറിയൊരു സെക്കൻഡുകളുള്ള ഒരു ക്ലിപ്പ് സയ്യിദുൽ ഉലമയുടെ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതില് ദയൂബന്ദ് ദാറുൽ ഉലൂമിൽ പഠിക്കുന്ന കാലത്ത് സഹപാഠികളായ വിദ്യാർത്ഥികൾക്ക് പിന്നെ അവിടെ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് അവിടെയുള്ള ചില നിബന്ധനകൾ
അനുസരിച്ചുകൊണ്ട് നിശ്ചിത മാർക്ക് വാങ്ങിയവർക്ക് അവിടെയുള്ള മറ്റ് സൗകര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പൊ ആ സൗകര്യങ്ങൾ നേടാൻ പ്രാപ്തിയില്ലാത്ത, എന്നാൽ നാട്ടിലൊക്കെ സാമ്പത്തികമായി വലിയ ഇതൊന്നുമില്ലാത്ത ചെറിയ സാധുക്കളായ കുട്ടികളൊക്കെ ആയിരിക്കണം. വിദ്യാർത്ഥി ജീവിതകാലത്തുള്ള സയ്യിദുൽ ഉലമയുടെ ചില കാര്യങ്ങളെക്കുറിച്ച് ആ ഇന്റർവ്യൂവിൽ സയ്യിദുൽ ഉലമ പരാമർശിച്ചു പോയതാണ്. എന്നിട്ട് അപ്പോ ആ വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി സയ്യിദുൽ ഉലമ പരീക്ഷ എഴുതി കൊടുത്തു എന്നാണ്. ഇതാണിപ്പോ സയ്യിദുൽ ഉലമ ഒരു സഹായമായിട്ട് തന്റെ സഹപാഠികളായ സുഹൃത്തുക്കൾക്ക് വിദ്യാർത്ഥി ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരം ചില രസകരമായ മുഹൂർത്തങ്ങളെ അവതരിപ്പിച്ചതിനെ ഈ കുടില മനസ്സും കുശുമ്പ് നിറഞ്ഞ ഹൃദയവും കിബറും ഹസദനും കൈകാലുകൾ വെച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവരെ കയ്യിൽ ഇപ്പൊ അതൊക്കെ കിട്ടിയാൽ അവർക്ക് സാധാരണ മനുഷ്യന്മാർക്ക് സാധാരണഗതിയിലുള്ളതോ അല്ലെങ്കിൽ രസകരമായിട്ടോ അതല്ലെങ്കിൽ വിദ്യാർത്ഥി ജീവിതകാലത്തുള്ള ചില കുസൃതികളായിട്ടോ ഒക്കെ സാധാരണക്കാര് വിലയിരുത്തുന്ന കാര്യങ്ങളെ ഇത്തരം ആളുകൾക്ക് വലിയ കാര്യമായിരിക്കും. എന്നാൽ വലിയ ഗൗരവമുള്ള ഗുരുതരമായ കാര്യങ്ങളോ ഇവർക്ക് സാധാരണ കാര്യങ്ങളോ ആയിരിക്കും. സയ്യിദുൽ ഉലമയെ കുറിച്ച് മോശമായിട്ട് ഒന്നും പറയാനില്ല എന്നതിന്റെ തെളിവാണ് ആ വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. സാധാരണ ഞാൻ പറയാറുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് പോലെ. അപ്പോ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഒരു സ്വഹാബികൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ മുമ്പിൽ അവരുടെ ഒരു കളവുകളുടെ മാലപ്പടക്കവും കൊണ്ടുവരും. പക്ഷെ അത് നമ്മളെടുത്ത് എത്തുമ്പോൾ അതിന് മണിക്കൂറുകളുടെ ആയുസേ ഉണ്ടാവുള്ളൂ. നമ്മളെടുത്ത് എത്തുമ്പോൾ നമ്മൾ അതൊക്കെ ഒരു കുഴപ്പമില്ല വാങ്ങി അത് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കിയിട്ട് നിർവീര്യമാക്കി കൊടുക്കും. അപ്പൊ ഈ ഒരു ദേഷ്യം തീർക്കാന് സയ്യിദുൽ ഉലമക്കെതിരെ സൽമാൻ കരുളായി സംസാരിക്കുന്നു എന്ന രൂപത്തില് ഒരു വോയിസ് തട്ടിപ്പടച്ച് എങ്ങനെയോ ഉണ്ടാക്കിയിട്ട്, അത് എന്റെ വോയിസ് ആയിട്ട് യാതൊരു സാമ്യമില്ല. എന്റെ വോയിസ് കേൾക്കുന്ന മനുഷ്യന്മാര് ധാരാളല്ലേ, അവർക്കറിയാലോ എന്റെ വോയിസ് ഏതാണ്. എന്നിട്ട് ഇവരാരൊക്കെയോ പടച്ചുണ്ടാക്കിയ ഒരു വോയിസ് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ ആ വോയിസ് അത് എന്റേതല്ല, അതിലാരും വഞ്ചിതരാവേണ്ടതില്ല. അത് വോയിസ് ശരിക്കും നിങ്ങൾ കേട്ടാൽ തന്നെ എന്റെ വോയിസ് അല്ല നിങ്ങൾക്ക് മനസ്സിലാവും. അതിലപ്പുറം ഈ സമസ്ത സരണി എന്ന് ഗ്രൂപ്പ് പേജ് നടത്തുന്ന ഈ വാഫി കുട്ടികള്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എന്ത് കള്ളത്തിലിട്ട് വന്നാലും അതൊന്നും ഇവിടെ വിജയിക്കാൻ പോണില്ല. അതേപോലെ നിങ്ങൾ ദുരാരോപണങ്ങൾ ഉന്നയിക്കുക, വ്യക്തിഹത്യ നടത്തുക, അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. അപ്പൊ എന്നെ കുറിച്ച് ഫേസ്ബുക്കിൽ നിങ്ങളൊക്കെ എന്തെല്ലാം എഴുതുന്നു, എന്തെല്ലാം പറയണ, എന്റെ ഫോട്ടോ വെച്ചിട്ട് എന്തൊക്കെ എഴുതുന്നു, കമന്റ് ബോക്സിൽ വളരെ പ്ലാനിങ്ങോടുകൂടെ ഏതെല്ലാം നിലയ്ക്ക് തേജോധം ചെയ്ത് എഴുതണം. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം, നിങ്ങൾ എഴുതി മാനം കേടുക എന്നല്ലാതെ എനിക്ക് യാതൊരു കുലുക്കോ അല്ലാതെ തോഫിക്കോ ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ദുഷ്പ്രചരണം നടത്തിയേ, ദുരാരോപണങ്ങൾ നടത്തിയേ, അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യാജ വോയിസുകൾ പ്രചരിപ്പിച്ച്, ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ മാനസികമായിട്ട് വിഷമത്തിലാവും, അങ്ങനെ പ്രയാസപ്പെടും, അങ്ങനെ മിണ്ടാതെ നിൽക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നണുണ്ടോ? അത് നിങ്ങൾക്ക് ഞങ്ങളെ ശരിക്കും അറിയാത്തോണ്ടാ. ഞങ്ങളൊന്നും ദുന്യവിയായൊരു ലാഭം കണ്ടിട്ടോ അല്ലെങ്കിൽ 10 ഉറുപ്പ്യന്റെ ഒരു ഉപകാരം കണ്ടിട്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് അധികാര സ്ഥാനങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ മറ്റെന്തെങ്കിലും നിലനിൽപ്പ് കണ്ടിട്ടോ ഒന്നുമല്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ SKSFന്റെയും സുന്നത്തമായത്തിന്റെയും പ്രവർത്തകര് സമസ്തയ്ക്ക് വേണ്ടി, സമസ്തയുടെ നേതൃത്വത്തിന് വേണ്ടി, സമസ്തയുടെ നയനിലപാടുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളും മറ്റൊരു ലക്ഷ്യവും താല്പര്യവും കണ്ടിട്ടല്ല. നമുക്കൊക്കെ 10-40 വയസ്സായി. ഇനിയിപ്പോ ഏറി വന്ന ഒരു 10, 15, 20 കൊല്ലം കിട്ടിയ ലാഭം. ഇതിന്റെ ഇടക്ക് ദീനും സുന്നത്തമായത്തിനും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സേവനം ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്കൊക്കെ ലക്ഷ്യമുള്ളൂ. ഇനിയിപ്പോ അതിന്റെ പേരിൽ വ്യക്തിപരമായി നിങ്ങൾ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പല തോന്നിയാസങ്ങൾ എഴുതിവിടുകയോ, അതല്ല നമ്മളതാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി വ്യാജ വോയിസുകൾ ഉണ്ടാക്കിയിട്ട്, ഏറ്റവും ചുരുങ്ങിയത് ആ വോയിസ് എന്റെ ഏതെങ്കിലും മിമിക്രിക്കാരനെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുകയാണെങ്കിലും ചിലപ്പോൾ ശരിയാവുകയും. ഇത് എന്റെ വോയിസ് ആയിട്ട് യാതൊരു സാമ്യമല്ല. എന്നിട്ട് അത് സൽമാൻ കരുളായിന്റെ വോയിസാന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുക, അതും സയ്യിദുൽ ഉലമക്കെതിരെ. ഞാനേ ഈ രീതിയിലൊക്കെ നിങ്ങൾ എന്ത് കളി കളിച്ചാലും ഇതുകൊണ്ടൊക്കെ എന്താ ഉണ്ടാവുമെന്ന് പറയുന്നത്, നിങ്ങൾ
എത്രമാത്രം അസത്യത്തിന്റെയും അബദ്ധങ്ങളുടെയും കുപ്രചരണങ്ങളുടെയും വാഹകരും വക്താക്കളുമാണ് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കുകയും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എതിരെ നിങ്ങളുടെ കുതന്ത്രങ്ങളെ പൊളിച്ച് കയ്യിൽ തരാൻ കൂടുതൽ ഊർജവും ഓജസ്സും ലഭിക്കുകയുമാണ് ചെയ്യുക. അപ്പോ ഞാൻ ഈ വോയിസിൽ വന്നതെന്തിനാരോ, ഇത് കേട്ടിട്ട് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഉസ്താദ് ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് ചോദിച്ചോണ്ട് എനിക്കിത് വിട്ടുതരാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, നിങ്ങൾക്ക് ആർക്കും വേറെ തിരിഞ്ഞിട്ടില്ലേ? സമസ്ത സരണി, സമസ്ത വേൾഡ് സർക്കിൾ എന്ന രണ്ട് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഈ സമസ്ത സരണി നടത്തുന്നത് വാഫികളാണ്, സമസ്ത വേൾഡ് സർക്കിൾ നടത്തുന്നത് ഹുദവികളാണ്. ഇല്ലെങ്കിൽ അത് നിഷേധിക്കട്ടെ, അപ്പൊ ബാക്കിയാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എല്ലാ ഹുദവികളും എല്ലാ വാഫികളും ഇങ്ങനെയാണെന്നൊന്നല്ല അതിന്റെ അർത്ഥം. ചിലർ, ഹുദവികളിൽ ചിലർ, വാഫികളിൽ ചിലർ, ഫൈസിമാരിലും ചിലരില്ലേ, ആ ചിലരെ കൂട്ടത്തിൽ പെടുത്തിയാൽ മതി. അതാണ്. അല്ലാതെ എല്ലാ ഹുദവികളും അതിന്റെ ആൾക്കാരൊന്നും ഞാൻ പറഞ്ഞർത്ഥല്ല, എല്ലാ വാഫികളുമാണ് അതിന്റെ ആൾക്കാരൊന്നും ഞാൻ ഈ പറഞ്ഞർത്ഥല്ല. സമസ്ത വേൾഡ് സർക്കിള്, സമസ്ത സരണി, ഈ രണ്ട് ഗ്രൂപ്പും സമസ്ത സരണി വാഫികളതാണ്, സമസ്ത വേൾഡ് സർക്കിൾ ഹുദവികളതാണ്. അത് ഏത് കോടതിയിലും വന്ന് പറയാനും തെളിയിക്കാനും എന്നെ കൊണ്ട് കഴിയുകയും ചെയ്യും. അപ്പോ അവരുണ്ടാക്കുന്ന ഫിത്തന ചെറുതൊന്നല്ല, അവരെ മനസ്സിലാക്കുക ആദ്യം. അവര് ഫിത്തന ഉണ്ടാക്കുന്നത് കേട്ടുകൊണ്ട് ഇനിയിപ്പോ എന്റെ പേരിൽ എന്റെ വോയിസിൽ ചിലപ്പോ ആലിക്കുട്ടി ഉസ്താദിനെതിരെ അല്ലെങ്കിൽ സയ്യിദുൽ ഉലമക്കെതിരെ ഇപ്പൊ ഉണ്ടാക്കി ഓൾറെഡി. ഞാൻ സയ്യിദുൽ ഉലമക്കെതിരെ സംസാരിക്കാനുണ്ട്. ഇനിയിപ്പോ നാളെ വേറെ ആർക്കെങ്കിലും എതിരെ ഒക്കെ ഉണ്ടാവും. അതും അതിലപ്പുറമൊക്കെ അവര് ചെയ്യും. അതൊക്കെ കേട്ടുകാണ്ട് ഉസ്താദ് ഇതിന്റെ സത്യാവസ്ഥ എന്താ, ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് വിട്ടാ നിൽക്കണ്ട. കള്ളന്മാരായിട്ട് മനസ്സിലാക്കുക. അവര് കളവിന്റെ മേൽ പടച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് അവര് നിലനിർത്തിക്കൊണ്ടുപോകും, അവർ തുടരും. അത് പൊളിക്കുക എന്നുള്ളതാണ് നമ്മളെ പണി. അതുകൊണ്ടാണ് നമ്മളെ പോലത്തെ ആളുകളൊക്കെ ശക്തമായിട്ട് എന്തൊന്നാലും വേണ്ടില്ല എന്നുള്ളവർക്ക് ശക്തമായിട്ട് അവർക്കെതിരെ, അവരുടെ ഇത്തരം കുപ്രചനങ്ങൾക്കെതിരെ സംസാരിക്കുന്നതും. അത് മനസ്സിലാക്കിയാൽ മതി. ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളതാണ്, ആ വോയിസും ഞാൻ തമ്മിൽ ഒരു ബന്ധമല്ല. അള്ളാഹു താല സയ്യിദുൽ ഉലമക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. സയ്യിദുൽ ഉലമനെ കുറിച്ച് ഇപ്പോ പ്രചരിപ്പിക്കുന്ന 35 സെക്കൻഡ് അങ്ങാണ്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് തന്നെ വെറുതെ പ്രചരിപ്പിക്കുക. വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്റെ സഹപാഠികളായ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പരീക്ഷ എഴുതി കൊടുത്തു എന്ന ആ കാലഘട്ടത്തിലുള്ള ഒരു രസകരമായ ഒരു സംഭവത്തെ അനുസ്മരിച്ച് ഒരു ഇന്റർവ്യൂവിൽ സംസാരിച്ചതിനെ ഏതൊക്കെ അർത്ഥത്തിലാണ് ഇവർ, എന്തൊക്കെ നിലക്കാണ് ഇവർ അതിനെ വ്യാഖ്യാനിച്ചത്? അപ്പൊ ഇവർക്ക് സയ്യിദുൽ ഉലമയോട്, സമസ്തയുടെ പ്രസിഡന്റിനോട്, ഈ സമസ്ത സരണി എന്ന ഗ്രൂപ്പ് നടത്തുന്ന വാഫികൾക്കും, അതേപോലെ സമസ്ത വേൾഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ ഹുദവികൾ നടത്തുന്ന ഗ്രൂപ്പ് ഒന്ന് പോയി സന്ദർശിച്ചു നോക്കുന്നുണ്ട് നിങ്ങൾ ഫേസ്ബുക്ക് പേജ്. എന്താണ് അതിന്റെ അവസ്ഥ? സയ്യിദുൽ ഉലമക്കെതിരെയൊക്കെ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? ഇങ്ങനത്തെ ആളുകള് അവര് നിരന്തരം ഫിത്തനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫിത്തനകൾ വെള്ളം ഒഴിച്ച് കെടുത്തിക്കളയ, ആ ഫിത്തനെ ഏറ്റിപ്പിടിക്കുന്ന കുറച്ച് ആളുകൾ, ഏറ്റിപ്പിടിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കളിക്കുന്ന കുറച്ച് വ്യക്തികളും ഫേസ്ബുക്കിലുണ്ട്. ആ എണ്ണപ്പെട്ട കുറച്ച് വ്യക്തികൾ തന്നെ ഉള്ളൂ, അതിലപ്പുറം ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഒരു പരിപാടി നടത്തിയ ആരെങ്കിലും ഓരോ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടോ? സുന്നത്തിമായത്തിന്റെ നമ്മളെ ആദർശം അമാനത്താണ് എന്ന പേരിൽ SKSFന്റെ പ്രവർത്തനം നടത്തുന്ന പരിപാടി ശാഖകളിലാണെങ്കിലും മേഖലകളിലാണെങ്കിൽ എന്താണ് ജനപങ്കാളിത്തം? ആളുകൾ സമസ്തന്റെ കൂടെ തന്നെയാണ്. മാത്രമല്ല, നമ്മുടെ സംസ്ഥയുടെ നേതാക്കൾ വരുന്ന, അവർ പങ്കെടുക്കുന്ന ഏത് കാര്യത്തിലും ശക്തമായ ജനപങ്കാളിത്തവും മുഅ്മിനീങ്ങളൊക്കെ സമസ്തന്റെ കൂടെ. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് കളിച്ചിറക്കുന്ന 4, 3, 7 ആളുകൾക്ക് അപ്പുറം ഒരു പിൻബലവും ഈ ഫിത്തനന്റെ അഹ്ലുകാർക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവരുണ്ടാക്കുന്ന ഇത്തരം ഫിത്തനകൾ അത് കേട്ടുകൊണ്ട് അതൊന്നും ആരും വിശ്വസിക്കേണ്ട കാര്യങ്ങളല്ല. അതിനൊക്കെ അതിന്റേതായ അവജ്ഞതയോടുകൂടി തള്ളിക്കളയ. ഫേസ്ബുക്കിൽ ലൈവില് നമ്മളൊന്നും വല്ലാതെ വരുത്താതിരിക്കലാണ് നിങ്ങൾക്കൊക്കെ നല്ലത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെ കുപ്രചരണങ്ങളും കുതന്ത്രങ്ങളെ കൊണ്ടും ഒന്നും ഞങ്ങളെ ആരെയും അടക്കി നിർത്താനോ മൗനികളാക്കാനോ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല. ഞങ്ങളെ എന്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറയാം. നമുക്ക് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട്. അത് എന്തെങ്ങൾ ചെയ്താലും പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇപ്പൊ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ എഴുതിയാൽ മാനസികമായിട്ട് ഓനോട് തകരും എന്നൊക്കെ തോന്നുന്നുണ്ടാവും. ചങ്ങായിമാരെ, നിങ്ങളെ ഈ കമന്റുകളും നിങ്ങൾ നമ്മളെ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തുന്നതൊക്കെ കാണുമ്പോ ഇപ്പോൾ എനിക്ക് ചിരിയാ വരല്. കാരണം എന്താ വെച്ചാൽ അത് ശീലിച്ചതാണ്. ഏത് കാര്യത്തിലും ശീലം വരാണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഏറ്റവും നല്ലൊരു മാർഗം തരങ്ങള് ഒളിഞ്ഞിരുന്നുകൊണ്ട് എന്നെ കൊല്ലുക. എന്നാ അതല്ലാതെ അതിനെ മുന്നിൽ കൂടെ വന്നിട്ട് നടക്കൂല.
മുന്നിൽ കൂടെ വന്നിട്ടൊന്നും ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. എന്തായാലും ഇപ്പൊ ഒരു 4 കിട്ടുമ്പോ ഒരു 2 തിരിച്ചു കൊടുക്കാനുള്ള മൊസലും പവറൊക്കെ നമുക്കും ഉണ്ടല്ലോ. അത്രേ ഉള്ളൂ ഇപ്പൊ ഇതില്. അപ്പോ ബാക്ക് കൂടെ വന്ന് കണ്ട് എന്തെങ്കിലും ചെയ്യാം. അതല്ലാതെ നിങ്ങളെ ഈ ഉമ്മാക്കികളെ കൊണ്ടോ അല്ലെങ്കിൽ വ്യാജ വോയിസുകൾ ഇറക്കിയിട്ട് സൽമാൻ സംസാരിച്ചു എന്നുള്ളവർക്ക് എന്റെ വോയിസ് ഇറക്കി വിടുക. അതുകൊണ്ടൊന്നും എന്റെ പ്രിയപ്പെട്ട സമസ്ത സരണി നടത്തുന്ന വാഫി കുട്ടികളെ, സമസ്ത വേൾഡ് സർക്കിൾ നടത്തുന്ന ഹുദവി കുട്ടികളെ, ഞാൻ ആദ്യം പറഞ്ഞു എല്ലാ ഹുദവികളെയും അല്ല ഞാൻ ഈ പറഞ്ഞ ചില പൈസിമാരെ പോലെ, ചില ദാരിമിമാരെ പോലെ ചില ഹുദവികളും ചില വാഫികളുമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. അവരോടൊക്കെ അത്രേ പറയുള്ളൂ. അവരെ ഈ കുരങ്ങ് കളിപ്പിക്കാൻ അവരെ മുന്നിൽ നിന്നുകൊടുക്കുന്ന ആളുകളോട് തന്നെ പറയാനുള്ളൂ. എന്തായാലും നിങ്ങളെ കുത്തിത്തിരിവ് കേരളത്തിൽ വേവൂല. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കണ കാലത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കൂല. അതിനുവേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഞങ്ങളൊക്കെ അതിന് ഒരുങ്ങിയിട്ട് തന്നെ ഉള്ളത്. അത്ര മനസ്സിലാക്കിയാൽ മതി. അസ്സലാമു അലൈക്കും.